അഹങ്കാരത്തിനും നികളത്തിനും കയ്യും കാലും വെച്ചവൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തലസ്ഥാന നഗരിയിൽ ഇടതിൻ്റെ പൊന്നാപുരം കോട്ടയായ തിരുവനന്തപുരം നഗരസഭയുടെ LDF ഭരണം എന്നേക്കുമായി താഴിട്ട് പൂട്ടിച്ച മുൻ മേയർ ആര്യ രാജേന്ദ്രനും കണവനും കോടതിയുടെ നോട്ടീസ്. മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് നോട്ടീസ് അയച്ചത്. KSRTC മുൻ ഡ്രൈവർ യദു നൽകിയ പരാതിയിന്മേലാണ് കോടതി നോട്ടീസ് അയച്ചത്. നട റോഡിൽ KSRTC ബസ് തടഞ്ഞ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഇരുവരെയും ഒഴിവാക്കിയുള്ള കുറ്റപത്രത്തിനെതിരായ ഹർജിയിന്മേലാണ് കോടതിയുടെ ഈ നടപടി. തലസ്ഥാനത്ത് നട റോഡിൽ KSRTC ബസ് തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെയും ഒഴിവാക്കിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വാഹനം തടഞ്ഞതിന് മേയറുടെ സഹോദരനെതിരെ ഒരു പെറ്റിക്കേസ് മാത്രം ചുമത്തിയായിരുന്നു കുറ്റപത്രം. അതേസമയം മേയർക്കെതിരെ അശ്ലീലാംഗ്യം കാണിച്ചതിന് ബസ് ഡ്രൈവർ യദുവിനെതിരെ ഉടൻ കുറ്റപത്രം നൽകുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. 2024 ഏപ്രിൽ 27 തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചായിരുന്നു വിവാദ സംഭവം. ബസ്സിലെ CCTV ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനായിട്ടില്ല. കാർഡ് കാണാതായതിലെ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. മേയറെ രക്ഷിക്കുവാനാണ് കാർഡ് ഒളിപ്പിച്ചതെന്നായിരുന്നു യദുവിന്റെ ആരോപണം. ജനുവരി 21 നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ കോടതിയിൽ ഹാജരാകണം. FIR-ൽ പേരുള്ള എല്ലാവരെയും പ്രതികളാക്കണമെന്നും തന്നോടൊപ്പം ഡ്യൂട്ടിയിൽ അന്നുണ്ടായിരുന്ന കണ്ടക്ടർ സുബിനെ കൂടി പ്രതിയാക്കണം എന്നാണ് പുതിയ ഹർജിയിൽ യദുവിന്റെ ആവശ്യം. സുബിനാണ് ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് മേയറടക്കമുള്ള പ്രതികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് നശിപ്പിച്ചതെന്നാണ് യദുവിന്റെ ആരോപണം.